ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. ഒരു സോങ് കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനീഷ്യൽ ഐഡിയാസ് കാര്യങ്ങളൊന്നുമില്ല, ബട്ട് നമുക്ക് നോക്കാം, എവിടെ എത്തുന്നു നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡോയിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഏബിൾട്ടൺ ആണ്. അപ്പോൾ ഇതൊരു ബ്ലാങ്ക് പ്രോജക്റ്റ് അല്ല എന്തായാലും, കാരണം ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു മെലഡി, ഒരു സിമ്പിൾ സാധനം, വെറും സിമ്പിളായിട്ടുള്ളൊരു സാധനം ഞാനൊന്ന് ലേ ഡൗൺ ചെയ്തിട്ട് അതിലൊരു 2 ഇൻസ്ട്രുമെൻസും കൂടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഒരു 8 ബാർ ലൂപ്പാണ്. ഓക്കെ, ഒരു ചെറിയൊരു ലൂപ്പാണ്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം ഫസ്റ്റ്. ഇതൊരു ഒരു മൈനർ സ്കെയിലിൽ, ഡി മൈനർ സ്കെയിലിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഡാർക്കിഷ് ടൈപ്പ് ഓഫ് പെട്ടെന്ന് തോന്നിയൊരു റാൻഡം മെലഡി ചുമ്മാ ഒന്ന് ലേ ഡൗൺ ചെയ്ത്, അത് ഞാൻ ഓംനിസ്ഫിയറിൻ്റെ ഒരു ബെല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിന്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 808 കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെറുതെ ഈ ഒരു 3 ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമായിട്ടൊന്ന് വെറുതെ ഉണ്ടാക്കിയൊരു ലൂപ്പാണ്. ഒരു ഡാർക്കിഷ്, ഒരു ഡാർക്കിഷ് ഹിപ്പ് ഹോപ്പ് ടൈപ്പ് സംതിങ്, അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആക്ച്വലി ഒരു ഹിപ്പ് ഹോപ്പ് റാപ്പ് സീൻ ഉണ്ടല്ലോ, കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ കമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മെലഡീസാണ്. ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല, ഞാൻ വഴിയെ കേൾപ്പിക്കാം എന്തായാലും. ഓക്കെ, ബട്ട് അതൊക്കെ മെലഡീസാണ്, റൊമാൻറ്റിക്കുമാണ്. അപ്പോൾ ആ റൊമാൻറ്റിക് മെലഡിയിൽ നിന്നൊക്കെ മാറിയൊരു ഡാർക്ക് ഹിപ്പ് ഹോപ്പ് ടൈപ്പ് സാധനം പിടിച്ചാലോ എന്ന് ആലോചിച്ച് തുടങ്ങി വെച്ചതാ. എനിക്ക് തോന്നുന്നു പൊട്ടൻഷ്യൽ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. ഒന്ന് വർക്ക് ചെയ്ത് നോക്കാൻ തോന്നുന്നു. നമുക്ക് നോക്കാം ബാക്കി ഇനിയിപ്പോൾ എന്താ നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരു ബേസ് മെലഡി ഉണ്ട് ആ ബെല്ലിൽ, പിന്നെ ഒരു അണ്ടർലൈങ് സിന്ത് ഇട്ടിട്ടുണ്ട്, ഒരു 808 ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതും കൂടെ ആ ഒരു കോഡ്സും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു രസമുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഡ്രം പ്രോഗ്രാം ചെയ്യാം. എപ്പോഴും ഈ ഡ്രംസിൻ്റെ കാര്യത്തിലാണ് ഞാൻ കുറച്ച് പാടുപെടുന്നത്. ഒന്നാമത് എനിക്ക് റിതം പ്രോഗ്രാമിങ് ഐ ആം ഓക്കെ, അത്ര അങ്ങോട്ട് സെറ്റല്ല, കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല സൗണ്ട്സും കുറവാണ്, എൻ്റെ ഒരു കളക്ഷൻ കുറവാണ്, റിതം ഡ്രംസ് കളക്ഷൻ കുറവാണ്. ബട്ട് നമുക്ക് നോക്കാം, നമ്മുടെ ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. ലെറ്റ് മീ സീ. സോ നിങ്ങൾ ഒരുപാട് മീംസൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് മ്യൂസിക് പ്രൊഡക്ഷനായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മീംസൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഡ്രംസ് ചെക്ക് ചെയ്ത് പോണത് പോലെ. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ പോവുകയാണ്. കാരണം എൻ്റെ ഉള്ള പാക്സിൽ നമുക്ക് ഓക്കെ, ഈ ഒരു പാക്കിൽ നോക്കട്ടെ. വി നീഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ലേ സം കിക്സ്. അതിന് മുന്നേ എന്ത് ടൈപ്പ് റിതം വേണമെന്നൊന്ന് റെഡി കിട്ടുന്നില്ല. ബട്ട് ലെറ്റ്സ് സീ, നമുക്ക് ആദ്യം ഒരു കിക്ക് തന്നെ എടുക്കാം. സ്നെയർ
സ്നേഴ്സ്. ടെയിൽ ഇച്ചിരി കൂടുതലല്ലേ? ഫെയ്ഡ് ഔട്ട് മേ ബി. സ്നേർ വേറെ നോക്കാം. എന്തും എന്ത് പറ്റി? വൈഫാണ് ഗൈസ്, ഒരു മീം കൊണ്ട് ചിരിച്ചതാണ്. നിന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. പിന്നെ ഭയങ്കര സൗണ്ടല്ലേ അത്? നോക്കാം. ഒരു ഐഡിയ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് സ്നേഴ്സ് ആദ്യം നമുക്ക് ഇടാം. ലെറ്റ്സ് റെക്കോർഡ് ദ സ്നേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് കിക്കിട്ട് നോക്കാം. നമുക്ക് ആ ഒരു പാറ്റേൺ ഇട്ട് നോക്കാം. ഓക്കെ, ക്രാഷായി ഗൈസ്. സോ ഗൈസ്, സിസ്റ്റം നേരത്തെ ക്രാഷായി. ആക്ച്വലി സിസ്റ്റം ഇന്നലെ ക്രാഷായി. ഇതിപ്പോൾ ഡേ 2 ആണ് ആക്ച്വലി. ഇന്നലെ ക്രാഷായ സമയത്ത് ഭാഗ്യത്തിന് ഞാൻ സേവ് ചെയ്തിരുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. ചെയ്തു വെച്ചൊന്നും പോയില്ലായിരുന്നു. ഓക്കെ, പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാനൊന്നും നിന്നില്ല. അതിനുശേഷം കുറച്ച് സംഭവങ്ങൾ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഋതം ഒന്ന് ചെറുതായിട്ട് ഞാൻ മാറ്റി. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സലൻ ഓഡിയോയുടെ ഒരു എക്സോ എന്ന് പറഞ്ഞിട്ട് പ്ലഗിനുണ്ട്. അതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു ഹൈ ഹാറ്റിൻ്റെ ലൂപ്പും ഞാൻ എടുത്തിരുന്നു, അതും കൂടി ഇട്ടു. പിന്നെ അഡീഷണലി ഞാൻ 2 ചെറിയ ഇൻസ്ട്രുമെൻസും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ ഹാറ്റിൻ്റെ ലൂപ്പ്. ഓക്കെ, ഈ ഒരു ലൂപ്പ് ഞാൻ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ ഇൻസ്ട്രുമെൻ്റ് ലാബ്സിൻ്റെ കുറച്ച് ഇങ്ങനെ സോളോ കേൾക്കുമ്പോൾ ഇച്ചിരി വീടായിട്ട് തോന്നും. അങ്ങനെ ഒരു ചെറിയ സംഭവം ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ബെൽ, സോറി അതല്ല, ഇത് അത് ഇട്ടു. പിന്നെ ഹൈ ഹാറ്റിന് ഞാൻ ഒരു റോൾസ്, ഇത് ഞാൻ നേരത്തെ കാണിച്ചു ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഹൈ ഹാറ്റ് ആ ഡ്രം പാറ്റേൺ ഞാനൊരു ആ ഡ്രം പാറ്റേണിൽ ഹൈ ഹാറ്റ്സിന് ഞാൻ കുറച്ച് ഒരു റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനം ഇട്ടു. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കൂടെ വെച്ചിട്ട് ഓവറോൾ ഇത് ഇങ്ങനൊരു ലൂപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. സോ ദാറ്റ്സ് ദ ലൂപ്പ്. ഓക്കെ, അത് എനിക്ക് ഏതാണ്ട് ഒന്ന് സാറ്റിസ്ഫൈഡ് ആയൊരു ലൂപ്പാണത്. എന്നിട്ട് ഞാനതൊന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചാൽ ലൂപ്പ്. ഓക്കെ, അറേഞ്ച് ചെയ്തത് ഇവിടെ കിടക്കുക. നേരത്തെ ഈ സാധനം ഉണ്ടല്ലോ, അതെ, അതിലെ ആ കോഡ്സ് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരുന്നു. ഓക്കെ, പിന്നെ ആ ഹൈ ഹാറ്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, അറേഞ്ച് ചെയ്ത് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ,
ഇതിങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഒരു സാധനം എനിക്കത് ആക്ച്വലി വൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഇങ്ങോട്ട് ഈ പറയുന്ന ചിലയിടത്ത് അറേഞ്ച് ചെയ്ത സമയത്ത് ചില സ്ഥലത്ത് ചില സംഭവങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഇവിടെ. പിന്നെ അഡീഷണലി ഞാൻ ജസ്റ്റ് ഒന്ന് വോക്കലിൽ ജിബ്രിഷ് ഞാൻ വെറുതെ പാടി വെച്ചു കേട്ടോ. അതും കൂടെ ആയപ്പോൾ ഞാൻ ആക്ച്വലി നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഓക്കെ, അത് ഞാൻ വെറുതെ കുറേ ജിബ്രിഷ് പാടി, അതായത് ലിറിക്സ് ഒന്നുമില്ല, വെറുതെ ജിബ്രിഷാണ്. ബട്ട് ലിറിക്ക് എങ്ങനെ വരണം, ആ ഫ്ലോ എങ്ങനെ വരണം, ആ ഹുക്ക് ലൈൻ, ഈ ലൂപ്പുണ്ടല്ലോ, ഇത് ആക്ച്വലി ആ ഹുക്ക് ലൈനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഇത് ഹുക്ക് ലൈനാണ്. ഓക്കെ, അപ്പോൾ ആ ഹുക്ക് ലൈനിൽ എന്ത് വോക്കൽസ് വരണം എന്നുള്ളതിൻ്റെ ഒരു ട്യൂൺ, ഒരു ഫ്ലോ, പിന്നെ റാപ്പിൻ്റെ ഫ്ലോ, അത് ഞാൻ ചുമ്മാ റഫായിട്ടൊന്ന് ജിബ്രിഷ് ചെയ്ത് വെച്ചേക്കുന്ന ഓഡിയോ ആയത്. അപ്പോൾ അതും കൂടെ വെച്ച് നമുക്ക് കേട്ട് നോക്കാം. ഞാൻ ഫുള്ളൊന്ന് കേട്ട് നോക്കാം, എനിക്കും കൂടെ ഒന്ന് ഫുള്ള് കേൾക്കണം, കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു. സോ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കണം, ഒന്ന് കേട്ട് നോക്കാം. സോ ഇവിടെയാണ് ഹുക്ക് ലൈൻ. സന്തോഷമുണ്ട് ഗൈസ്, കാരണം നമ്മൾ എവിടെയൊക്കെയോ ചെന്നെത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നാനന്നെ അതൊക്കെ ജസ്റ്റ് ജിബ്രിഷാണ്, ചിലപ്പോൾ വീടായിട്ട് തോന്നിയേക്കുന്നത് നിങ്ങൾക്ക്. ബട്ട് ആ ഒരു ഫ്ലോ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് അവിടെ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലിറിക്സും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ സെറ്റാകും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ നിലവിലത്തെ സ്റ്റേജ്. ഓക്കെ, നമുക്കിനി നോക്കാം. നമുക്കിനി ഫർദർ അറേഞ്ച്മെൻറ്റ് കുറച്ച് ചെയ്യേണ്ടത് മാത്രമല്ല, കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടി ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യണം, ചിലത് മാറ്റണം, അങ്ങനെ കുറച്ച് സംഭവം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിനി നോക്കാം. ഇനി അടുത്ത നമുക്കിനി അത് നോക്കാം. ഈ നമുക്കിപ്പോൾ ഒരു ഇൻട്രോ ആയി, പിന്നെ ഒരു വേഴ്സ് പോർഷനായി, പിന്നെ ഒരു ഹുക്കായി, ഇനി അങ്ങോട്ട് ബാക്കിയൊരു എന്താ പറയുക, ബാക്കിയൊരു ഫിനിഷിങ് വരെ കൊണ്ടെത്തിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ട് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യണം, അങ്ങോട്ട് കുറേ അഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സും ആഡ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നോക്കട്ടെ.